ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ പാർട്ട് 2 ആണ് കേട്ടത്. എൻ്റെ സൗണ്ട് കുറച്ച് സീനാണ്, ആകെ മൊത്തത്തിൽ വയ്യാണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ. അപ്പോൾ കല്യാണം വന്നിട്ട് ചെമ്പൂത്ര അമ്പലത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ വാങ്ങിച്ചത് അമ്മ എനിക്ക് വെച്ച് തരാം. മുല്ലപ്പൂ പഴയ മുല്ലപ്പൂവാണ് കിട്ടിയത്. പിന്നെ ഇതാണ് മീനു. ഞാൻ മീനുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മീനു നാണം വന്നു. പിന്നെ ഞാൻ ഇതിങ്ങനെ വെറുതെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. പിന്നെ വിഷ്ണു ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ എടുപ്പിക്കുകയാണ്. അപ്പോൾ അത് ഗീതമതി അവിടെ മഞ്ഞക്കിളിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കനും പെണ്ണും. അവർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. താലി കെട്ടണേക്കാൾ മുമ്പ് അവർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരുടെ അടുത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാരാന്ന് പറഞ്ഞ് പറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ടേക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും എടുക്കാണ്, വോയിസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ഞാനും മീനും എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. ഈ വൈറ്റ് ഷർട്ട് ഇട്ട ആളൊരു ബ്രോക്കറാണ്. അച്ഛൻ്റെ അടുത്ത് ഒരു കല്യാണ കേസിനെ പറ്റി സംസാരിക്കുകയല്ല, തള്ളി മറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഓഡിറ്റോറിയത്തിൻ്റെ അവിടേക്ക് കാറിൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ ആൻറ്റിയും മീനും കൂടിയിട്ട് ഞങ്ങൾ നേരത്തെ പോന്നു കേട്ടോ. ചെക്കനും പെണ്ണും അവരൊക്കെ വരുന്നേയുള്ളൂ. അവരൊക്കെ മുമ്പ് നമ്മളിവിടെ എത്തി. പിന്നെ അത് ബാക്കിൽ നിൽക്കണതിൻ്റെ മാമനാണ്. ഈ അമ്മയും ആൻറ്റിയും കൂടിയിട്ടാട്ടായി നടന്നു തന്നെ. അച്ഛൻ്റെ ചേച്ചിയാണ്. അപ്പം ആൻറ്റിയൊക്കെ കൂടിയിട്ട് നടന്നു വരുന്നുണ്ട്. ഞാനും മീനും അവർ ലിഫ്റ്റ് വന്നു, ഞാനും മീനും സ്റ്റെപ്പ് കയറി വന്നു. കല്യാണ മണ്ഡപം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റായിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ കാണുന്നേക്കാൾ ഭംഗിയുണ്ടായിരുന്നു നേരിട്ട്. അവിടെ നിന്നാ മതി, അവര് നടന്നു പോകുന്ന ഫുഡ് വിളമ്പലൊക്കെ ഭയങ്കര ലാഗായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയാണത്. 1 മണിക്കൂർ വരെ കാത്തിരുന്നിട്ടാണ് ഈ ഫുഡ് മൊത്തത്തിലൊന്ന് എടുത്ത് കിട്ടിയത്. ഞാൻ ഈ ഫോണും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റോറേജ് ഫുള്ളാവുമെന്ന് പേടിയായിട്ട് കട്ട് ചെയ്ത് എടുത്തു കുറച്ച്, പിന്നെ ഓണാക്കി വെച്ചെടുത്തു. ആകെ മൊത്തത്തിൽ പ്രാന്തായിരുന്നു. ഒന്നാമതേ എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുക, വയറാകെ ഇച്ചിരി സീനായിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഫുഡും ഭയങ്കര ലാഗ്. ആകെ മൊത്തത്തിലൊരു പണി പാളിയ ദിവസമായിരുന്നു. ഒരു കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കറികളൊക്കെ വന്നു, ചോറവിടെ. പിന്നെ അത് നമ്മുടെ നെയ്ബർ ചേച്ചിമാരും ഒക്കെയാണ് കേട്ടത്. അവർ ഞാൻ ചുമ്മാ വീഡിയോയിലെടുത്തതാണ്. ഗീതമ്മയാണെങ്കിൽ ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചോറാണെങ്കിൽ വരുന്നുമില്ല. പിന്നെ അത് പപ്പടത്തിൻ്റെ പകുതിയൊക്കെ ആരോ കൊണ്ടുപോയി കഴിച്ചു. അതുപോലെ ഞാൻ അത് മറച്ചു വെച്ചു. പിന്നെ അത് ചോറൊക്കെ വന്നു. പിന്നെ സാമ്പാർ, ചോറ്, അങ്ങനെ കറികളുടെ പേരൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ മൊത്തത്തിൽ കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ 2 ഗ്ലാസ് പായസം കുടിച്ചു. പരിപ്പ് പായസമാട്ടോ കുടിച്ചത്. പരിപ്പും പാലടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ചേട്ടന്മാരാണ്. ചേട്ടന്മാരല്ല, അനിയന്മാരും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ അവർ ഫുഡ് കഴിക്കാനിരിക്കണ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ.
വീട്ടിലെത്തി ഗൈസ്. ഇങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി റിസപ്ഷന് നമുക്ക് പോവാം. ടയർഡായി, സദ്യയൊക്കെ കഴിച്ച് ടയർഡായി. മേക്കപ്പ് ഒക്കെ കളഞ്ഞു ഗൈസ്. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? മേക്കപ്പ് എന്ന് പറയാൻ പറ്റുമോ?